ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിടുന്നത്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് ഉണ്ട്, ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഫ്രണ്ട് കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള അടി കാണിക്കുന്നുണ്ട്. പിന്നെ വൈസർ ഉള്ളിൽ കുറച്ച് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത്യാവശ്യം അതിൻ്റെ ലൈനർ ഒരേമുള്ള പൊടിയൊക്കെ ഹബിലുണ്ടായതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് റെഡി ആയിക്കോളും. ബാക്കിലത്തെ ടയർ ഏറെക്കുറെ തീർന്നിട്ടുണ്ട് കേട്ടോ, സൈഡ് കട്ടേ ഉള്ളൂ, സെൻറ്ററിൽ പിടുത്തം കുറവാണ്. ഹബിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല. ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനർ എയർ ഫിൽറ്റർ ഒന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. തൽക്കാലം എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം. പിന്നീട് നമുക്കത് മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ ഫിൽറ്റർ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടാറ്റയുടെ ബാറ്ററി വണ്ടി ഇരിക്കണം. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്, 13.15 വരെ വരുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.37 റേഞ്ചൊക്കെ കാണിക്കണം കേട്ടോ, 9.72. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് കാണിച്ചതും പ്രകാരം നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു. തന്നെയല്ല ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്കിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓയിൽ കാണുന്നുണ്ടായില്ല. അപ്പോൾ ഓയിൽ ഊറ്റി നോക്കിയതാണ്. നമുക്ക് ഏകദേശം ഒരു 350 മില്ലി ഓയിലാണ് നിലവിൽ എഞ്ചിനിലുള്ളൂ. അപ്പോൾ ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തിപ്പോണതായിരിക്കാം, കാരണം അതല്ലാതെ കൊണ്ട് ലീക്കേജ് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല. ഓയിൽ ലീക്ക് അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും ഓയിൽ കുറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലീക്ക് വേണം. അപ്പോൾ ഓയിൽ ലീക്ക് ആയേക്കണതായിട്ട് അത്രയും വലിയ പ്രോബ്ലം ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തണുണ്ടെന്ന് വേണം നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിടയ്ക്ക് നമ്മൾ ഓയിലൊന്ന് ചെക്ക് ചെയ്തോളാം. നമ്മളിപ്പോൾ നിലവിൽ ഓയിൽ മാറ്റുന്നുണ്ട്, പുതിയ ഓയിൽ ഒഴിക്കുക. അതിനകത്തേക്ക് പഴയ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നത് നല്ലത് ഫുള്ളായിട്ട് ഓയിൽ മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓയിൽ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഓയിൽ മാറ്റിയതിന് ശേഷം നിങ്ങൾ വണ്ടി ഉപയോഗിച്ച് ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ വണ്ടി കയറ്റിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. ഓയിൽ കാര്യമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കി പരിഹരിച്ച് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ അതിൻ്റെ എൻജിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ അങ്ങനത്തെ വല്ല പ്രോബ്ലംസൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല. ജനറലായിട്ടുള്ള സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ, അഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്ററിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിച്ച പോലെയൊക്കെ ഇരിക്കാറുണ്ട്. അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ ചില വണ്ടികളിൽ തന്നെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കുകയേ ചെയ്യരുത്, ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പുതിയ പ്ലഗ് കിടക്കണം, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്. ഈ ബ്രാക്കറ്റിൻ്റെ ബൂട്ടൊക്കെ ഒന്ന് മാറ്റി ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ട് വണ്ടി ഓടുന്ന സമയത്ത് ഒരു ഹാൻഡിലുമൊക്കെ നമുക്ക് ഒരു ജർക്കിങ് അനുഭവപ്പെടുന്നത് വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഒരു ആരംഭമാണത്. അത് ഞാൻ നോക്കാം, അത് അഴിച്ചു നോക്കിയിട്ട് അത് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയണമായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ അത് കൂടാതെ ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ അടി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഒന്നുപോലെ നമ്മൾ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കണം, അതല്ലെങ്കിൽ അഴിച്ചു കഴിഞ്ഞാൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ നൈറ്റ് വണ്ടി ഓടുന്ന സമയത്ത് ഡയൽ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പാർക്ക് ബൾബുകൾ വരുന്നുണ്ട്. അത് മീറ്ററിൻ്റെയും ഫ്യൂൽ മീറ്ററിൻ്റെ ഉള്ളിൽ വന്ന ബൾബുകളും കംപ്ലയിൻ്റ് ആണത്. അതൊന്ന് മാറ്റി സെറ്റ് ആക്കിയേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡയൽ കൃത്യമായിട്ട് കാണാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. പിന്നെ വൈസറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം, ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഉള്ളിലും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയേക്കണതുകൊണ്ടാണ് ടൈ ചെയ്തൊക്കെ പിടിപ്പിച്ചേക്കണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജർക്കിങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.